അപ്പോൾ ഞങ്ങളൊന്നൊരു യാത്ര പോകട്ടോ. യാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് യാത്രയാണ്. അത് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. റോട്ടിലാണ് ഒരു കുട്ടിയില്ല കേട്ടോ. ഭയങ്കര തണുപ്പ് കേട്ടോ. മഞ്ഞുകൊണ്ട് കണ്ണ് പോലും കാണുന്നില്ല. അങ്ങനെ ഞാനും തേച്ച് കുളിച്ച് റെഡിയായിട്ട് പോകണേ. എങ്ങോട്ടാന്ന് വഴിയെ പറയാം കേട്ടോ. പകുതി വഴിക്ക് അച്ഛനും അമ്മയും കൂട്ടാൻ വേണ്ടി വന്നേ. അച്ഛമ്മയാണ് തണുത്ത് വിറച്ച് തലയിൽ തോർത്തുമുണ്ടൊക്കെ ഇട്ട് വണ്ടി കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. അച്ഛമ്മയും ഞാനും അച്ഛനും അമ്മയും തേജു പിന്നെ നമ്മളെ സ്വന്തം ഷെമീർക്കൻ്റെ കൂടെ. ഷെമീർക്കാൻ്റെ വണ്ടി എടുത്തിട്ടാട്ടോ പോണത്. ഒരാളാണെങ്കിൽ ഞെളിഞ്ഞ് മുന്നത്തെ സീറ്റിലിരിക്കട്ടെ. വേറെ ആരുമല്ല അച്ഛനാണ്. നിങ്ങളെ കെട്ടിയന്മാരുടെ കൂടെ സ്വന്തം കാറിൽ പോലെ ഞാൻ ആരാൻ്റെ കാറിലെങ്കിൽ പോയിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നേ. 8, 8:30 മഞ്ഞ് പോയതേ ഇല്ല കേട്ടോ. അതിരാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണേ. അങ്ങനെ ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, കർണാടകയിലേക്കാണ്. തേജു ആണെങ്കിൽ കയറിയപ്പോൾ ഉറങ്ങിയതാ കേട്ടോ. അവന് ഭയങ്കര ക്ഷീണമാട്ടോ. ഇന്നലെ അവന് സുഖമില്ലായിരുന്നേ. ചുമയും കഫക്കെട്ടും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ രാവിലെ കുളിപ്പിച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാടൊക്കെ എത്തിയിട്ടാണ്. കാട്ടിലെത്തിയപ്പോൾ ഒരു ആനേനെ പോലും കണ്ടില്ല കേട്ടോ. 2 മാനിനെ മാത്രം കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഗുണ്ടിൽപ്പേട്ട എത്തിയിട്ടോ. ഗുണ്ടിൽപ്പേട്ട എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ എണ്ണ അടിക്കണമായിരുന്നു. എണ്ണയൊക്കെ അടിച്ചു. പിന്നെ അച്ചമ്മയ്ക്ക് തീരെ വയ്യായിരുന്നേ. അച്ചമ്മ കുറേ നാളായിട്ടോ ലോങ് യാത്ര ചെയ്തിട്ട് അച്ചമ്മയ്ക്ക് ഭയങ്കര തലവേദനയായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാണ്ട് വന്നതാണ്. പിന്നെ തേജ് ഓട്ടിപ്പോയി മുന്നിലിരുന്നു കേട്ടോ അച്ഛൻ്റെ മടിയിൽ. അമ്മയാണെങ്കിലോ തിക്കും തിരക്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യണേ. പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും വരുമ്പം എന്തെങ്കിലും തേജുവിന് കഴിക്കാൻ വേണ്ടി എടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അമ്മ പ്ലേറ്റ് വാങ്ങാൻ വേണ്ടി പോയേ. പിന്നെ തേജുവിന് കേക്ക് വേണമെന്ന് പറഞ്ഞു രാവിലെ തന്നെ. അങ്ങനെ അമ്മ കേക്ക് വാങ്ങി കൊടുക്കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കർണാടകയിലേക്ക് എത്തി. പിന്നെ അമ്പലത്തിലേക്കുള്ള പട്ട് സാരി അതൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് കയറി. പിന്നെ അമ്മയ്ക്ക് സാരി നോക്കുക കേട്ടോ. അത് വാങ്ങാൻ പോയപ്പോൾ പിന്നെ ഞാനും ഒരു സാരി നോക്കി, പച്ച സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഈ മഞ്ഞ സാരി കേട്ടോ എടുത്തത് അമ്പലത്തിലേക്ക്. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിലേക്ക് പറയാം. ഓക്കെ, ബൈ.